ഗുഡ് മോർണിംഗ്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവെ, എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും ദൈവമേ, ഈ പ്രാർത്ഥന ആരെല്ലാം ഭൂമിയുടെ അതിർത്തികൾ വരെ കേൾക്കുന്നുവോ അവിടെയെല്ലാം നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരത്തിൻ്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരയിലും കടലിലും കൃപാസനം നടത്തിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുണ്ട് ഈശോയെ. അതിൻ്റെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജവമാല റാലി പ്രാർത്ഥിച്ചു കൂട്ടിയ കോടിക്കണക്കിന് ജവമാലയുടെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ആധ്യാത്മിക ശൈത്യത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കർത്താവെ പരിശുദ്ധാത്മാവിനെ ഒരു അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ ശക്തി പ്രത്യേകമായ ഭയങ്ങൾ, സാമ്പത്തിക ഭയങ്ങൾ, ശാരീരികമായ രോഗത്തിൻ്റെ ഭയങ്ങൾ മൂലം നഷ്ടധൈര്യരായിട്ട് പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി പാലിക്കുവാനോ പോലും പറ്റാതെ മനസ്സിടിഞ്ഞു പോരുണ്ട് ഈശോയെ. പല ആൾക്കാരുടെ പലതരത്തിലുള്ള ഭീഷണികൾ ഞെരുങ്ങിപ്പോകുന്നുണ്ട് ഈശോയെ. സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ ഡോക്ടർമാർ ഓരോരോ ടെസ്റ്റുകൾ പറയുമ്പോഴും കർത്താവ് ടെസ്റ്റുകൾ പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ടെസ്റ്റുകളൊന്നും രോഗമില്ല, ആ പറയുന്ന രോഗമില്ലെങ്കിലും ശരീരത്തിന് അവശത മാറാത്ത രീതിയിൽ വേറെ ഏത് അജ്ഞാതമായ രോഗങ്ങളാണ് തനിക്കുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ത്രിസംഖ്യരായിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെ ഇപ്പം നീ ഇന്നത്തെ ദിവസം നീ സ്പർശിക്കണം കർത്താവെ. ഗർഭിണികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ ജനിതകമായ തകരാറുകളിൽ പെട്ടുകൊണ്ട് ഹാർട്ടിന് ഹോളും ഗർഭസ്ഥ ശിശുവിന് വളർച്ചക്കുറവും തൂക്കക്കുറവുള്ള എല്ലാ മക്കളെയും ഗർഭശിശുക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ കരുണ, മെനിഞ്ചൈറ്റിസ് രോഗങ്ങൾ, അതുപോലെ മൈഗ്രെയിൻ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവനെ, ഭാരം വയ്ക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാതെ അടച്ചതുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാഗ്ദാനം നൽകിയ നിൻ്റെ ആശ്വാസം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ കർത്താവെ അവരുടെ എല്ലാ ജീവിത പ്രാരാബ്ധം കുഴങ്ങിയ മക്കളുണ്ട് ഈശോയെ. കുരുക്കിൽപ്പെട്ട മനുഷ്യരുണ്ട് കർത്താവെ. അവർക്കെല്ലാം കുരുക്കഴിച്ചുകൊണ്ട് കർത്താവെ അവരെ കുഴക്കത്തിൽ നിന്നും കർത്താവ് കുടിഞ്ഞ ചേറ്റിൽ നിന്ന് അവരെ കരയേറ്റിക്കൊണ്ട് കർത്താവെ പത്രോസിനെ നീ കടലിൽ നിന്ന് പിടിച്ച് കയറ്റിയ പോലെ കർത്താവെ കടഭാരങ്ങളിൽ നിന്നും കർത്താവ് രോഗഭാരങ്ങളിൽ നിന്നും കർത്താവ് ജീവിത ദുരിതങ്ങളിൽ നിന്നും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവരെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത കുടുംബപരമായ നരകയാതന അനുഭവിക്കുന്ന എല്ലാ മക്കളും യേശുക്രിസ്തു സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കർത്താവെ. പഠിക്കാത്ത കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവനും നാശക്കൊടാലിയായി ജീവിക്കുന്നവർ, അതുപോലെ തൊഴിലില്ലാത്തവർ, തൊഴിൽ തേടി അലയുന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ കർത്താവ് അവരെല്ലാം കണ്ണീരോടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ മാന്യതയോടെ ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശ്വസിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ, എന്തെല്ലാം സംസാരിക്കുന്നുവോ, ആരോടെല്ലാം ഇടപെടുന്നുവോ, ജീവിതയാപനയ്ക്ക് വേണ്ടിയുള്ള നട്ടോട്ടങ്ങളിൽ കർത്താവെ നിസ്സഹായ നിൽക്കുന്നവരെ നീ സന്ധിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവകൃപ നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 2:12. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പോൾ മലാഖ കൊടുത്തിരിക്കുന്ന കാഴ്ചയെക്കുറിച്ച് പറയണത് എന്താണ്? അത് കണ്ടത് എന്താണ്? പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു. ഈ ശിശുവിനെ കുറിച്ച് ഇടയന്മാരോട് പറഞ്ഞത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വായിച്ചേ ലൂക്കാ 2:10. ലൂക്കായുടെ സുവിശേഷം 2:10 വാക്യം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ പുൽത്തൊട്ടി കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്നുള്ളത്. പിന്നെ കേട്ടത് എന്താണ്?
ഈ ശിശു തന്നെയായിരിക്കും സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതുകൊണ്ടാണ് കാണുകയും, പിന്നെ വായിച്ച് വിശുദ്ധ ലൂക്കാ 2:20 തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കരിസ്മാറ്റിക് സഹോദരങ്ങൾ പ്രാർത്ഥിക്കത്തില്ലേ, ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ, ചില സാഹചര്യങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ, അതുപോലൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നതെന്നാണ് വിശുദ്ധ ലൂക്ക പറയണത് 2:20. എന്താണ്? തങ്ങളോട് പറയപ്പെട്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. ഇങ്ങനെ പറയുമ്പോഴെന്താണ് കേൾക്കുന്നത്? ഇതെല്ലാം കേൾക്കണ ഒരാളുണ്ടായിരുന്നു അവിടെ. ആരാണത്? മറിയം. അമ്മ ഇവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട്. ആട്ടിടയന്മാർ പറയുന്നുണ്ട്. എന്താണ്? അവർ കണ്ട കാര്യം പറയുന്നുണ്ട്. അവർ കാണുമെന്ന് പറഞ്ഞ കാര്യം, പിള്ളക്കച്ചയിൽ പുൽത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശു, അതവർ പറയുന്നുണ്ട്. പിന്നെ എന്താ അവർ പറയണത്? അതായത് പിന്നീട് അവർ പറയണത്, തങ്ങളോട് പറയപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണ്? എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇതാണ് അവർ കേട്ട കാര്യങ്ങൾ. കണ്ട കാര്യങ്ങളും അവിടെ പ്രാർത്ഥനയുടെ വിഷയമായപ്പോൾ അവിടെ പ്രാർത്ഥനയെന്നാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണത്. അമ്മയുടെ ഒരു പ്രശ്നമുണ്ടേ. അതായത് ആരുമില്ലല്ലോ ഇപ്പം ഔസപിതാവും ഇല്ല അവിടെ. പൂജരാജാക്കൾ വരുമ്പോഴും ഔസപിതാവ് ഇവിടെ ഇല്ല, മറിയത്തിൻ്റെ കൂടെ കണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഔസപിതാവ് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം തേടി പിടിക്കാനോ പോയിരിക്കുന്ന സമയത്താണ് ഇവർ വരണത്. അപ്പോൾ അതാണ് മറിയത്തിൻ്റെ കൂടെ കണ്ടെന്ന് പറയേണ്ട കാര്യം. അതായത് ഔസപിതാവിന് ഒരു പ്ലസ് പോയിൻ്റാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒന്നും കേൾക്കാതെയും കാണാതെയും സ്വപ്നം മാത്രത്തിൽ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതം ഇട്ടിമുഴക്കം പോലെ മുന്നോട്ട് കയറിപ്പോണത്. ഇതെല്ലാം കണ്ടും കേട്ടുമാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ചിന്തിച്ച്, ഔസപിതാവിനോട് പോലും ഇത് പറയുന്നില്ല എന്നുള്ള സൂചന അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്. അവർ സ്വകാര്യമായിട്ട് ഈ ആട്ടിടയന്മാർ പറഞ്ഞ് പ്രാർത്ഥിച്ച കാര്യങ്ങളെ മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഷീസ് സോ കണ്ടൻറ്റഡ് ദെൻ വെച്ചാൽ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ സംശയമില്ലെന്ന് എൻ്റെ അർത്ഥം. ഹൃദയത്തിൽ സംഗ്രഹിക്കാത്ത വിഷയങ്ങൾ, ഹൃദയം സംഗ്രഹിക്കാൻ നമുക്ക് മൗനമായിരിക്കും ഉണ്ടാകണത്. മൗനത്തിനെതിരെന്താണ്? ബഹളമാണ്. മനസ്സിലായില്ലേ? മൗനത്തിനെതിരെന്താണ്? ബഹളമാണ്. നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് തർക്കം വരും, ബഹളം വരും. ഇപ്പോൾ ജൈറസിനെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് 2 കക്ഷികളെ പുറത്താക്കും. ആരൊക്കെയാണെന്ന് നോക്കിയേ. മർക്കോസിൻ്റെ 5:40 കർത്താവ് 2 കക്ഷികളെ പുറത്താക്കുന്നുണ്ട്. ആരൊക്കെയാണത്? മർക്കോസ് 5:38-40. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. ഈ ബഹളം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് അവർക്ക് വിശ്വാസമില്ല, അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം പോകും. അങ്ങനെ കുറേ കാര്യം ബഹളത്തിനുണ്ട്. ആ ബഹളത്തിന് നേരെ എതിരാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. അതിൻ്റെ മൗലിക ഭാവം ശാന്തതയാണ്. അതുകൊണ്ടാണ് ഐസയ 53:7 പറയത്തില്ലേ, ആ സ്കേപ്പ് ഗോട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു. അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല. അപ്പോൾ സഹനദാസനെ ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ്. കാര്യം ഇതിൻ്റെ ജ്ഞാനം അവനുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ ഭാരം വന്നത്, എന്താണ് വന്നതെന്നല്ല, എന്താണ് വന്നത്? മരണമാണ് വന്നത്, ഉറ്റവരാണ് മരിച്ചത് എന്ന് പറഞ്ഞുള്ളവരാണ് കാർഗയും കൂവുകയും ചെയ്യും. എന്തിനാണ് വന്നതെന്ന് അറിയണവർ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അപ്പോൾ ആദ്യത്തെ അറിവും രണ്ടാമത്തെ ജ്ഞാനവുമാണ്. അറിവിൽ നിന്ന് ബഹളം ഉണ്ടാകുകയും ജ്ഞാനത്തിൽ നിന്ന് ഹൃദയത്തെ സംഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത്. മറിയം ഇതെല്ലാം ആട്ടിടയന്മാരെ കണ്ടതും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞത്, കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിലെ സംശയങ്ങളുള്ളപ്പോഴാണ് നമുക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത്.
വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് വൈസ് സംശയം കുറയുന്ന അനുസരിച്ച് കൊണ്ട് ഫുൾ ആൻഡ് ഫുൾ വിശ്വാസം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നേരെ ഇരുത്തം വന്ന നിശബ്ദതയിലേക്ക് പോകും നമ്മളെ. കാര്യം എന്താ? അതിൻ്റെ അപ്പുറത്തത് നമ്മൾ ആത്മജ്ഞാനത്താൽ ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട്. മറിയം അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മറിയം നിശബ്ദയായത്. അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ബഹളം വെച്ചാൽ ദൈവം നിന്നെ അവിശ്വാസിയായിട്ട് ബ്രാൻഡ് ചെയ്യും. ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശ്വാസത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഈ വിഷയം ഞാൻ സമർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട് നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആധ്യാത്മികത ഈടിട്ടുള്ളതാകും. ദൈവം വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും. ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കാളുപരി പ്രേസ്തലാണ്. നമ്മളൊരു വിശ്വാസ വിജയത്തിൻ്റെ ജാമിതീ രൂപങ്ങൾ, അതാണ് നമ്മൾ ജീവിത വിജയത്തിനായി ഇന്ന് ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. വിശ്വാസ വിജയത്തിൻ്റെ ജാമിതീ രൂപങ്ങൾ, ജിയോമെട്രിക്കൽ ഫോംസ് ഓഫ് ഫെയ്ത്ത് അപ്ഗ്രഡേഷൻ. വിശ്വാസം വർദ്ധിച്ച് ജീവിതത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ കുറേയധികം ഫോംസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് അറിയാം, ലോകത്തിൻ്റെ മേലുള്ള വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ 1 യോഹന്നാൻ 5:4 തിരുവചനം, 1 യോഹന്നാൻ 5:4, ലോകത്തിൻ്റെ മേലുള്ള, ഒന്ന് ഏറ്റു പറഞ്ഞേ, ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം നമ്മൾ വരണത് ലോകത്തിൻ്റെ മേൽ നമ്മൾ വിജയം കൈവരിക്കുമ്പോഴാണ് വിശ്വാസം, നമ്മളെ സുവിശേഷവിഹിതമായ വിശ്വാസം രൂപപ്പെട്ട് വരുന്നത്. വിശ്വാസം തന്നെ ഒരു വിജയമാണ് ശരിക്കും. വിജയിച്ച വിശ്വാസത്തിൻ്റെ അപ്ഗ്രഡേഷൻസ് ഇങ്ങനെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെ പോലെ ലോകത്തിന്റെ മേലെ വിജയം കൈവരിച്ച് എലിസബത്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് അങ്ങയോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശുദ്ധ ലൂക്ക 1:45 പ്രകാരം വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസവരത്തിന്റെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികൾ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തോൽക്കാനുള്ള കുറേ സാധ്യതകൾ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് വചനം വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിജയത്തിൻ്റെ ചുവട്ടുപടി, ആദ്യത്തെ പടി തന്നെ വിശ്വാസമാണ്. ബൈബിൾ അവസാനിക്കുമ്പോഴും വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത്. വെളിപാട് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, വിജയം വരിക്കുന്നവന്, എന്ന് പറഞ്ഞ്
വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുവാൻ കൊടുക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ 2:17 വെളിപാടിന്റെ പുസ്തകം 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവെങ്കിൽ കേട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. വെളിപാടിന്റെ പുസ്തകം 2:17 വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കുത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുന്നില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം, ഇമ്പനാമം. യേശുനാമം അതിശയനാമം, ഇമ്പനാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുവിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുവിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഈടയിരിക്കുന്ന നാമം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിജയം, വിശ്വാസ വിജയമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ വിജയം വരിച്ചു. എങ്ങനെയാണ് ഈശോ വിജയം വരിച്ചത്? അതാണ് നമ്മൾക്കും വിജയം വരിക്കാനുള്ള മാതൃക എന്ന് പറയുന്നത്. ഈശോ എങ്ങനെയാണ് വിജയം വരിച്ചത്? അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അതാ തൻ്റെ സമാനത സ്റ്റാൻഡേർഡ് അത് അവൻ അവഗണിച്ചു. വിജയത്തിൻ്റെ വഴികളാണതെല്ലാം. യേശു വിജയത്തിൻ്റെ വഴികളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായവും 6-7 വചനങ്ങൾ. ഫിലിപ്പിയ 2:6-7 വചനങ്ങൾ. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ, ഏറ്റു പറഞ്ഞേ, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളിലുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുവും വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുവും വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഈടയിരിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, ഈടയിരിക്കുന്ന നാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവം കൊടുക്കുന്നതും ഈ വിജയത്തിൻ്റെ നാമമാണ്. അതാണ് വെളിപാട് പറയണത്. 2:17 ഞാൻ അവനൊരു നാമം കൊടുക്കുമെന്ന്. വിജയത്തിൻ്റെ നാമമാണ്. പരാജയം സമ്മതിക്കാത്ത നാമം. ഒന്നിൻ്റെ മുന്നിലും കുഞ്ഞിപ്പോകാത്ത ഒരു നാമമാണ് വിജയത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം.
പത്രോസ് ഭയങ്കര പട്ടിണി കിടന്നൊരു കാലം ഉണ്ടായിരുന്നു പത്രോസിൻ്റെ ജീവിതത്തിലെ. പത്രോസ് എല്ലാവരും ഇട്ടിട്ടും പോയി, കർത്താവും മരിച്ചു, യുദാസിൻ്റെ ആത്മഹത്യയോടുകൂടി സഭയ്ക്ക് ചീത്തപ്പേരുമായി, ആകപ്പാട് നാശകോടാലിയായിരുന്നൊരു കാലം. അപ്പോഴേ അങ്ങനെ ഒരു കാലത്ത് പത്രോസ് വിശ്വാസ വിജയം വരിച്ച ഒരാളായിരുന്നു. കാരണം നമ്മൾ നടപടി പുസ്തകം 3:6 അവൻ 9-ാം മണിക്കൂറിൽ അവൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട്. 6-ാം മണിക്കൂറിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് പത്രോസിൻ്റെ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെ പത്രോസ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ മനുഷ്യനെക്കുറിച്ച് ഉള്ള ചിന്തയായിരുന്നു. കാര്യം തകർന്ന് 2 വള്ളം ഉണ്ടായിരുന്നു, അത് പോയി. അത് ഈശോനെ പ്രതി ഉപേക്ഷിച്ചതാണ് ശരിക്കും. പിന്നെ സ്വന്തമായിട്ട് ഇട്ടുകൂട്ടും പണവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോഴേ പിന്നീട് ആശ്രയം വെച്ചത് ഈശോയായിരുന്നു. ഈശോയും ഇപ്പോഴത്തെ ഈശോയുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഈശോയുടെ എല്ലാ കാലാവസ്ഥകളും നമ്മൾ ഒന്ന് പ്രീസപ്പോസ് ചെയ്യണം. എപ്പോഴും ഒരേ കാലാവസ്ഥ ആയിരിക്കത്തില്ല ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ. ചില സമയത്ത് പട്ടിണിക്കാലം വരും, ചില സമയത്ത് ഉയർപ്പിൻ്റെ കാലം വരും, ചില സമയത്ത് നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യുന്ന കാലം വരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു കാലമായിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ പത്രോസിന് 3:6 എന്നാ കാലമാണ്? പട്ടിണിക്കാലവും, പണമില്ല, സമ്പത്തില്ല, ജോലിയില്ല, കൂടെ ഉള്ളവരൊന്നും ഇല്ല. കൂടെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒരു സ്പിരിച്വൽ സപ്പോർട്ട് പോലും കിട്ടണില്ല. പത്രോസ് ഒറ്റയ്ക്കാണ് പള്ളിയിൽ വരണത്. യോഹന്നാൻ കൂടെ ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. ബാക്കി 10 പേരും എന്ത് ചെയ്യും? അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലേ? വി ഡോണ്ട് നോ വെദർ ദേ പേരിങ് ഓർ നോട്ട്. അതാണ് അവസ്ഥ. സഭ തന്നെ ഒരു ആധ്യാത്മിക ശൈഥില്യം പിടിച്ചൊരു കാലമാണത്. ഇവർ ശരിക്കും ഐക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 10 ഇപ്പോൾ യുദാസ് പോയെന്ന് വിചാരിക്കുക, മത്തിയാസ് ഉൾപ്പെടെ 12 പേര് ഒരുമിച്ച് ദേവാലയത്തിൽ വരേണ്ടതല്ലേ? അവർക്കും പ്രാർത്ഥനയും കാരണ നമസ്കാരമൊക്കെ ഉള്ളതല്ലേ? പക്ഷേ ദേ ആർ നോട്ട് കമ്മിങ്. ഈ 2 മനുഷ്യർ ഒറ്റക്ക് ഇങ്ങനെ ദേവാലയത്തിലോട്ട് വരികയാണ്. വരണ സമയത്ത് ഈ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ പത്രോസ് അവനേക്കാൾ ഗതികെട്ട ജീവിതമാണ് ഇപ്പം ജീവിക്കുന്നത്. പത്രോസ് അത് തുറന്ന് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വയം എളിമപ്പെടുന്നൊരു മനുഷ്യനാണ് അയാൾ. ആ മുടന്തിന് മുമ്പിൽ പറയും, എൻ്റെ അവസ്ഥ നിന്നേക്കാൾ കഷ്ടമാണ്, വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം, നമുക്ക് പൈസ ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം. പക്ഷേ ഹീസ് അറ്റൻഡിങ് ദറ്റ് കേസ്. വേണമെങ്കിൽ ദേവാലയത്തിൻ്റെ വാതിൽ എന്തുമാത്രം ധർമ്മക്കാരിരിക്കുന്നതാണ്. പത്രോസിന് മൈൻഡ് ചെയ്യാതെ പോകാം, ആരും ഒന്നും പിടിച്ചു കെട്ടത്തില്ല. നോ, അയാളൊരു പാവപ്പെട്ട എളിയ മനുഷ്യനാണെങ്കിലും അയാളോട് സംസാരിക്കുന്നുണ്ട് പത്രോസ്. ആ കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് തൻ്റെ അവസ്ഥ പറയും. നിന്നെപ്പോലെയാണ് ഞാനും, എൻ്റെ കയ്യിലുമില്ല ഒന്നും, എൻ്റെ കാലം അതാണ്, ഒത്തിരി ഉണ്ടായിരുന്നതാണ്. 2 വള്ളവും വലയും അടിശ്ശേരി കാശും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അതിനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇതാണ് വിജയം എന്ന് പറയണത്, വിശ്വാസത്തിൻ്റെ വിജയം എന്ന് പറയണത്. കാലം ചേഞ്ച് ചെയ്തു, അതിൻ്റെ പേരിൽ കീഴടങ്ങാൻ തയ്യാറല്ലാത്തൊരു വിശ്വാസി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തകർന്ന് തരിപ്പണമായി സീറോ മൈനസ് ആയാലും ജീവിത പ്രാരാബ്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും മുമ്പിൽ തോറ്റുകൊടുക്കാനും കീഴടങ്ങാനും തയ്യാറാകാത്ത ഒരു മനുഷ്യൻ, അതാണ് വിശ്വാസി. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് 1 യോഹന്നാൻ 5:4 നമ്മൾ പറഞ്ഞത്, ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. ഒന്നേറ്റ് പറഞ്ഞേ, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസിന്റെ വിശ്വാസം. അതാണ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന, അജ്ഞാതമായ മന്ന നൽകും, ഞാൻ അവന് ഒരു നാമം നൽകുമെന്ന്. ദ നെയിം ഓഫ് ജീസസ്. അവന് കൊടുത്ത നാമം എന്താ? വിജയം വരിച്ച ആ വിശ്വാസത്തിൽ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ വിജയം വരിച്ചു. തൻ്റെ കൂട്ടുകാർ തന്നെ കൂടെ ഇല്ലാതെ, സപ്പോർട്ടില്ലാതെ വന്നപ്പോഴും, പ്രാർത്ഥനയ്ക്ക് പോലും കൂടെ വരാൻ സഭയില്ലാഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അപ്പോഴും അതിൻ്റെ മേലും അവൻ വിജയം വരിക്കുകയാണ്. ഒരു എളിയ മനുഷ്യനോട് അവൻ സംസാരിക്കാൻ തയ്യാറാകുന്നു. ഇത്രയും തകർച്ച ബാധിച്ച കാലഘട്ടങ്ങളിൽ തൻ്റെ വിദ്യാണെന്നോർത്ത് സ്വയം ശപിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോകാൻ തയ്യാറാകാതെ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളോടുകൂടി അവനതിനെ അപ്രോച്ച് ചെയ്ത് സമീപിക്കാൻ തയ്യാറാകണം എന്ന് അവനോട് സംസാരിച്ച് പത്രോസ്. ഞാനും നിന്നെപ്പോലെയാണ്, എൻ്റെ കയ്യിലും ഇല്ല പൊന്നുമില്ല, എനിക്ക് റോമാൻ നാണയം ഇല്ല, എൻ്റെ കയ്യിൽ വെള്ളിയില്ല, ഇസ്രയേലിൻ്റെ നാണയവും എൻ്റെ കയ്യിലില്ല, നാണയമില്ല എൻ്റെ കയ്യിൽ, കാൽക്കാശിന് വകയില്ലാണ്ടാണ് ഞാനും നടക്കണത്. പക്ഷേ ഐ ആം പ്രേയിങ്. ഞാനും നീ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നീ ഇപ്പോൾ ഇവിടെ നിന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിനകത്ത് കയറാതെ, പക്ഷെ ഞാനീ വരും കൈയോടെ ദേവാലയത്തിനകത്ത് കയറുന്നു. എന്താണ്? അത് വിജയം വരിച്ചവൻ്റെ ലക്ഷണമാണ്. ഏത് തകർച്ചയിലും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സമയത്തെ മറന്നു പോകാതെ ആവേശത്തോടു കൂടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുന്നതാണ് വിജയം വരിച്ചവൻ്റെ ഒരു ലക്ഷണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും പറഞ്ഞ ശേഷം പറയും, ബട്ട് വെയിറ്റ്, ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്, ദറ്റ് ഐ വിൽ ഗിവ് യു, അത് ഞാൻ നിനക്ക് തരാം. എന്താണ്? പൊന്നില്ല, വെള്ളിയില്ല, പക്ഷെ അതുകൊണ്ട് ഒന്നും ഒരു മനുഷ്യൻ പരാജയപ്പെടത്തില്ല. എന്നെ വിജയിപ്പിക്കുന്ന ഒരു നാമം എൻ്റെ കയ്യിലുണ്ട്. സ്റ്റാൻഡ് അപ്പ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് വെളിപാട് 2:17 പറഞ്ഞത്, വിജയം വരിക്കുന്നവന് ഞാനൊരു നാമം നൽകുമെന്ന്. ഏത് തകർച്ചയിലും, സാമ്പത്തിക തകർച്ചയാകാം, രോഗപീഠയാകാം, നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് നടക്കാൻ പറ്റാത്തതിന് ഉണ്ടാകുന്ന തകർച്ചയാകാം, മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകാം. പക്ഷേ അതൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അതാണ് ഗുരു പറഞ്ഞത്. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമില്ല. എന്താ കാര്യം? അവൻ വിജയിച്ചവനാണ്. ലോകത്തിൻ്റെ ഇത് പൈശാചിക നടപടികളുടെ മേലും വിജയം വരിച്ചവനാണ് നമ്മളുടെ മാതൃക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു.